ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ വീണ്ടും ഈ അൾത്താരയിൽ സാക്ഷിയാക്കി നിർത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ 2021 ഒക്ടോബർ 2 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ 12 പ്രാവശ്യം ഞാൻ പുതുക്കി. ഇനി 13ാമത്തെ പ്രാവശ്യത്തിലേക്ക് അമ്മയുടെ ഗ്രേ കളറ് ഉടമ്പടി പത്രം ലഭിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുവാണ്. അതിനായിട്ട് എന്നെ വീണ്ടും അൾത്താരയിൽ ഒരു സാക്ഷ്യത്തിനായിട്ട് ഒരുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഭൗതികമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ആത്മീയമായ ഉയർച്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഈ ഉടമ്പടി പത്രികയിൽ നമുക്ക് പോയിൻ്റ് കൂട്ടുവാനായിട്ട് ദിവസവും ദീപബലിയിൽ പങ്കെടുത്താൽ മാർക്ക് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ദീപബലിയിൽ ദിവസവും പങ്കെടുക്കാനായിട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശനി ഞായറും വെള്ളിയും മാത്രമായിരുന്നു ഞാൻ നേരത്തെ പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണമെങ്കിൽ ഒരു 20-25 മിനിറ്റോളം എനിക്ക് നടക്കണമായിരുന്നു. 5:45 എഴുന്നേറ്റ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇരുട്ടായിരിക്കും. അപ്പോൾ വഴിയിലൊക്കെ ഭയങ്കര പട്ടിയുടെ ശല്യം ഉണ്ടാവും. ഞാൻ വളരെയേറെ പേടിച്ച് മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കണം, വണ്ടിയിൽ പോകണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് ചേരുകയും 2 വീലർ ഓടിക്കാൻ വളരെ നന്നായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കുകയും ലൈസൻസ് കിട്ടുകയും ഞാൻ 2 വീലർ ഓടിച്ചുകൊണ്ട് ദിവസവും പള്ളിയിൽ പോകുവാനും തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറയുമായിരുന്നു ദിവസവും രാവിലെ ഏറ്റ് പള്ളി വരാൻ. പക്ഷെ ഞങ്ങൾക്കൊരു ചെറിയ കടയുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിയൊക്കെ എടുക്കാൻ രാവിലെ ചന്തയ്ക്ക് പോയി പച്ചക്കറിയൊക്കെ എടുക്കണം. അതുകൊണ്ട് ജീവിത പങ്കാളി പറഞ്ഞു അത് നടക്കത്തില്ല, രാവിലെ എനിക്ക് ചന്തയ്ക്കൊക്കെ പോകണ്ടേന്ന് പറഞ്ഞ് വരത്തില്ലായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും വഴക്കടിക്കാൻ പോകണ്ട, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു വർഷത്തോളമായി ജീവിത പങ്കാളി എൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ 2 പേരും കൂടി ഒന്നിച്ചാണ് രാവിലെ ഏറ്റ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എനിക്ക് പറയാനുള്ളത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിനെക്കുറിച്ചാണ്. ബൈബിൾ വായന എൻ്റെ ജീവിതത്തിൽ വളരെ കുറവായിരുന്നു. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏറ്റവും ചെറിയ ഭാഗം എടുത്ത് വായിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ. ഈ ഉടമ്പടിയിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, അച്ഛൻ എന്തിനാണോ ഈ അരമണിക്കൂർ വായിക്കാൻ പറയുന്നത്, എന്നിട്ട് എപ്പോഴും ക്ലോക്കേ നോക്കുമായിരുന്നു, അരമണിക്കൂർ ആയോ എന്ന്. അങ്ങനെ ആയിരുന്നു എൻ്റെ ബൈബിൾ വായന തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഇതെൻ്റെ ചങ്കോട് ഞാൻ ചേർത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എനിക്കിപ്പോൾ 55 വയസ്സായി. ഞാനപ്പോൾ ഓർക്കുവാണ്, ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വായിക്കാൻ പറ്റിയില്ലായിരുന്നു. ഈ സമ്പൂർണ്ണ ബൈബിള് ഞാൻ ഒരു പ്രാവശ്യം ഫുള്ള് വായിക്കുകയും വീണ്ടും ഇപ്പോൾ വായിച്ച് തീരാറാവുകയും ചെയ്തു. അത്രമാത്രം എനിക്ക് ബൈബിളിനോട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എനിക്കിപ്പം ബൈബിൾ എടുത്ത് വായിക്കാനും എനിക്കതിലെ വചനം കിട്ടുവാനും ആ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. മൂന്നാമതായിട്ട് എനിക്ക് ജപമാലയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ 2024 ജപമാല റാലിക്ക് വരണം എന്നെനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നെനിക്കൊരു പേടിയായിരുന്നു. പക്ഷേ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഇവിടെ വരികയും വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ തിരിച്ചു ചെല്ലുവരെ എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. അന്നത്തെ കാലാവസ്ഥ പ്രവചനം അന്ന് ഭയങ്കര മഴയായിരിക്കുമെന്നായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ പേടിയായിരുന്നു. എനിക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെ തിരിച്ചെത്തും. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു മാതാവിൻ്റെ നീല കാപ്പ പോലെ ഈ കൃപാസനത്തിലോട് അടുത്ത് വരുന്തോറും ആകാശത്തിന് നല്ല തെളിച്ചമായിരുന്നു. ഞാൻ ഈ കൃപാസനത്തിൽ നിന്ന് ജപമാല റാലിക്ക് തുടങ്ങുമ്പോൾ ഒരാട്ടിൻകുട്ടിയെപ്പോലെ തുള്ളിച്ചാടാനാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ യൂത്ത് നമ്മുടെ ജപമാല പാട്ടുകളായിട്ടും ചൊല്ലുന്നതും കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഉടനീളം വെയിലത്തും എല്ലാം നമ്മുടെ എത്രയോ യൂത്ത് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ യൂത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ഡ്രഗ്സിനും ഒക്കെ അടിമയായിട്ട് ഒരു പരിധി വരെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ജപമാല റാലിക്ക് നമ്മുടെ യൂത്തിൻ്റെ ഒരു
പങ്ക് വളരെ വലുതായിരുന്നു. എനിക്കതിൽ വളരെ സന്തോഷം തോന്നി. എനിക്കൊരു ക്ഷീണവും തോന്നിയില്ല. ഞാൻ ജപമാല റാലി ഫുള്ള് പങ്കെടുത്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഫുൾ ടൈം ജപമാല ചെല്ലാനുള്ളൊരു കൃപ. എനിക്ക് എന്ത് ജോലി ചെയ്താലും എനിക്കിപ്പോൾ ജപമാല ചെല്ലാനായിട്ടൊരു കൃപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓർക്കും നമുക്ക് പച്ചക്കറി അരിയുമ്പം മീൻ വെട്ടുമ്പം ഒക്കെ ജപമാല ചെല്ലാൻ സാധിക്കുമോ എന്ന്. പക്ഷേ സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കിപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം കൊന്ത കൈ പിടിക്കാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് 10 വിരലുകളുണ്ടല്ലോ. ആ വിരലുകൾ കൊണ്ട് നമുക്ക് ജപമാല ചൊല്ലി നമ്മുടെ എല്ലാ പണി ചെയ്യുമ്പോഴും നമുക്ക് ജപമാല ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾ ജപമാലയിൽ വളരാൻ ഞാൻ യാചിക്കുകയാണ്. ഓരോ ജപമാല ചെല്ലുമ്പോഴും എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് അഖണ്ഡ ജപമാല ചെല്ലാൻ സാധിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം അഖണ്ഡ ജപമാല ചെല്ലാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ജപമാലയിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അതിനുള്ള അവസരം കിട്ടും. നമുക്കിനി പ്രാർത്ഥിക്കാൻ ആരുമില്ല. അതുപോലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയും നമുക്ക് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാവോ അതിനെല്ലാനുള്ള സമയം ഈ ജപമാലയിൽ നമുക്ക് ലഭിക്കും. ഫുൾ ടൈം എനിക്ക് ജപമാല ചെല്ലാനുള്ള കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നത്തെ എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനും. ഈ കൃപാസനത്തെപ്പറ്റി ഒരുപാട് പേര് ട്രോളുകളുണ്ട്. അവർക്കൊരു മാനസാന്തരത്തിനായിട്ടാണ് ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചിരിക്കുന്നത്. അതെൻ്റെ മനസ്സിലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ആ വ്യക്തിയുടെ പേര് എൻ്റെ ഒന്നാമത്തെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ദിവസം ഞായറാഴ്ച ഇവിടെ വന്ന് ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടിരിക്കുമ്പോൾ ഈ കൃപാസനത്തെപ്പറ്റി വളരെ മോശമായിട്ട് അച്ഛനെ പറ്റിയും കൃപാസനത്തിനെയും പറ്റിയും പറഞ്ഞ ഒരു പ്രമുഖ ചാനലിലെ വ്യക്തി കുർബാന സ്വീകരിച്ചിട്ട് വളരെ ഭക്തിയോടുകൂടി ഇവിടുന്ന് പോകുന്നത് എൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ആ വ്യക്തി യൂട്യൂബിലൂടെ അതിനുശേഷം അച്ഛനെപ്പറ്റിയും കൃപാസനത്തെപ്പറ്റി നന്നായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും ട്രോളെന്ന് വളരെയേറെ മോശമായിട്ട് പറയുന്ന ഒരു വ്യക്തിയുടെ ഞാൻ പേര് വെച്ചിട്ടുണ്ട്. അത് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്കൊരു രോഗസൗഖ്യം കിട്ടിയത് ജീവിത പങ്കാളി പറയും. വിശുദ്ധ മാതാവിനും ദിക്കുമാരനും 1000 നന്ദി. ഞാൻ വൈരിക്കോസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് വയറിൽ അതിശക്തമായ വേദന, എനിക്ക് കടന്നുറങ്ങാൻ പോലും വയ്യാത്ത ഒരവസ്ഥ. ഞാൻ കിടക്കുമ്പോൾ ഏറ്റിരിക്കും, അങ്ങനെ ഭയങ്കരമായ ഒരു വേദന. ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ വയറിൽ ഭയങ്കരമായ അൾസർ പിടിപെട്ടിരിക്കുകയാണ്. ഗുളികളെല്ലാം കഴിച്ചിട്ട് അതുകൊണ്ട് മാറണമെങ്കിൽ 1 മാസത്തോളം ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ച് തൈരുമൊക്കെ കഴിച്ചിരുന്നാൽ മാത്രമേ മാറുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ രാത്രി വന്ന് കടന്ന് മരുന്ന് വളരെ കുറവാണ് തന്നത്. മരുന്ന് കൊണ്ട് മാറിയാല, ഇതിങ്ങനെ പതുക്കെ മാറുള്ളൂ, 1 മാസത്തോളം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനങ്ങനെ വിഷമിച്ച് എനിക്ക് കടയിൽ പോകാനൊന്നും പറ്റാത്ത ഒരു രീതി വധിക്കുമ്പോൾ ഒരു രാത്രി കടന്നുറങ്ങുമ്പോൾ അതിശക്തമായ വേദന എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ ഉറങ്ങുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ സമീപത്ത് ആരോ വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വയറിൽ ഈ അൽത്താരയിൽ കാണുന്ന മാതാവിൻ്റെ രൂപമുള്ള ഒരു തുവാല കൊണ്ടുവന്ന് എൻ്റെ വയറിൽ പുതപ്പിക്കുകയും സുഖമായിട്ട് ഉറങ്ങിക്കോ മാറിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു. അത് ഞാൻ അന്ന് രാത്രി വളരെ സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് സാധിച്ചു. യേശുവിനും നന്ദി, മാതാവിനും നന്ദി. ഉറങ്ങുവാനായിട്ട് എനിക്ക് സാധിച്ചു. പിറ്റേ ദിവസം മുതൽ എൻ്റെ വേദന വളരെ നോർമലായിട്ട് മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ. ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ വയറിലെ അൾസർ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്, നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്തോളൂ, കടയിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് നൽകി തന്ന എൻ്റെ സമീപത്ത് വന്നത് എൻ്റെ പരിശുദ്ധ അമ്മയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കുമ്പസാരത്തോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, വല്ലപ്പോഴും കുമ്പസാരിച്ചെങ്കിലായി. എന്നാൽ ഇപ്പോൾ ഇതിന് ശേഷം ഞാൻ 1 വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ദീപകുലിയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഭാര്യ പറഞ്ഞ പോലെ എൻ്റെ ജീവിതം ആ രീതിയിൽ എനിക്ക് ദൈവമാതാവും തിരുക്കുമാരനും കർമ്മപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ ഇന്ന് എല്ലാ ദിവസവും ദീപകുലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് പോകാൻ സാധിക്കുന്നതിന് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ പുതിയതായിട്ട് തുടങ്ങിയ അനുദിന പ്രാർത്ഥന, ഞങ്ങൾ അത് രാവിലെ എണീറ്റ് 2 പേരും കൂടി ദിവസവും അനുദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അന്നത്തെ ദിവസത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാതാവിനും ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാ ദിവസവും
ഒരു മുട്ടം കൂടാതെ അന്നന്നത്തെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു കിട്ടുന്നുണ്ട്. അത് ഞാനൊരു സാക്ഷ്യമായിട്ട് തന്നെ പറയുകയാണ്. ഈ അച്ഛനും ഈ അൽത്താരയ്ക്കും ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിനും പ്രത്യേകമായിട്ട് വരാൻ നമുക്ക് സാധിച്ചതിൽ തന്നെ എനിക്ക് അതിയായ നന്ദിയുണ്ട്. ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിത പങ്കാളി മദ്യപിക്കുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ പോലും ആഘോഷങ്ങൾക്ക്, കല്യാണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും കൂടി കമ്പനി കൂടും. അങ്ങനെ എപ്പോഴും ഇല്ല, ആ ഫംഗ്ഷന് മാത്രം. ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് പൂർണ്ണമായിട്ട് മാതാവെ സൗഖ്യപ്പെടുത്തി തരണമെന്ന്. ഇപ്പോൾ 2 വർഷമായിട്ട് എത്രയേറെ ഫംഗ്ഷന് കൂടിയാലും അത് നോ പറയാനായിട്ട് മാതാവ് എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങളെക്കൊണ്ടാകാവുന്നത് പോലെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ളവർക്കും ഞങ്ങൾക്ക് ഒരു കുടുംബത്തിൻ്റെ താങ്ങായിട്ട് നിൽക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്ന് ആ കുടുംബം ഒരു അരക്ഷിതാവസ്ഥയിലാകുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കൊരു കൈത്താങ്ങായിട്ട് സാധനങ്ങളായിട്ടും ക്യാഷായിട്ടും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ക്യാൻസർ സെൻ്റർ ഉണ്ടായിരുന്നു, അവിടെ പോയി ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, കുളിപ്പിച്ചിട്ടുണ്ട്, നഖം വെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ സുഖമില്ലാതിരുന്നവർക്ക് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ നഴ്സുമാർ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ഡയപ്പറൊന്നും വാങ്ങിക്കാൻ പൈസയില്ല, ചേച്ചിയുടെയൊക്കെ വീട്ടിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുതരണം, അല്ലെങ്കിൽ ഞങ്ങളിത് റീയൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്, അത് ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ഞാൻ എൻ്റെ വീട്ടിലുള്ള പുതിയതുണ്ട്, ഉപയോഗിച്ചതുണ്ട്, ഉപയോഗിക്കാത്തതുണ്ട്, അങ്ങനെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സ് വെച്ചിട്ട് ബാക്കി ഞങ്ങളൊരു 3 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ തുണികൾ ഷിഫ്റ്റ് ചെയ്തത്. 3 തവണയായിട്ട് ഞങ്ങൾ വീട്ടിലുള്ള അലമാരിയിൽ നമ്മൾ അടുക്കി നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവർക്കത് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മാനസിക ആരോഗ്യ കേന്ദ്രമുണ്ട്, അവിടെ 65 അന്തേവാസികളുണ്ട്. അവർക്ക് ഞങ്ങൾ 2 പേരും കൂടി പോയി ഒരു ദിവസത്തെ ഫുഡ്, അവർക്ക് എന്ത് ഫുഡാണ് ആഗ്രഹമെന്ന് ചോദിച്ച് അവിടെ ഒരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്റർ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഓർഡർ ചെയ്തു, ഞങ്ങൾ പോയി അവർക്ക് വിളമ്പിക്കൊടുത്തു. പിന്നെ ഒരു ദിവസം അവരുടെ തുണി വാഷ് ചെയ്യാനായിട്ട് പോയി, അവരുടെ കൂട്ടത്തിൽ തുണി വാഷ് ചെയ്യാനായിട്ട് കൂടി. പിന്നെ കൃപാസനം പത്രം നമ്മൾ ജില്ല മാറി വിതരണം ചെയ്യും. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരൊക്കെയാണ്. അവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലതെന്ന് ഓർത്ത് ഞാൻ വേറെ ജില്ലയിൽ പോയി വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 29-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ജാൻസി ചാക്കോ എന്ന മകളും തൻ്റെ ഹസ്ബൻഡും ഉടമ്പടി ജീവിതത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച ആത്മീയമായ ഉണർവ്, അതാണ് ഈ മക്കളിവിടെ കൂടുതലും പങ്കുവെച്ചത്. രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ ഇവിടെ വന്ന് തങ്ങളുടെ നിയോഗമായിട്ട് ഈ മകൾ വെക്കുന്നത് എന്താണെന്നും അമ്മയുടെ പ്രത്യക്ഷീകരണം അത് തിരുസഭ ഏറ്റെടുക്കണം, അതിലൂടെ ലോകം മുഴുവനും അമ്മ വണങ്ങപ്പെടണം, ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ അമ്മ വണങ്ങപ്പെടണം, അതാണ് തൻ്റെ ആദ്യ നിയോഗമായിട്ട് വെച്ചത്. പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെയാണ് തങ്ങൾക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് തങ്ങൾക്ക് കഴിഞ്ഞത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് എലിസബത്ത് പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിക്കുന്നത്. ദൈവനിവേശിതമായ വിശുദ്ധ ഗ്രന്ഥം, ആ വിശുദ്ധ ഗ്രന്ഥം എത്രമാത്രം നാം വായിക്കുന്നവരായിരുന്നു, ഇന്ന് അതിനോട് എത്രമാത്രം താല്പര്യമാണ്, അതൊരു ഹരമായി മാറുന്നു ഈ കുടുംബത്തിന്. ഇന്ന് ഈ മകള് ആ വിശുദ്ധ ഗ്രന്ഥവും കൊണ്ടാണ് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് പിടിക്കുകയാണ്, എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ഇന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് ഇന്ന് ലോകത്തോട് മുഴുവനും പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ വായന അത് ഉടമ്പടിയിലൂടെ എത്രമാത്രമാണ് നമുക്കിന്ന് അതിനോട് താല്പര്യമുള്ളത്. എത്രയോ മക്കൾ
എത്ര ആവർത്തി വായിച്ചു വിശുദ്ധ ഗ്രന്ഥം, സമ്പൂർണ്ണ ബൈബിള്, ഇതൊക്കെ ഈ അൾത്താരയിൽ തന്നെ ഇതിനു മുമ്പും പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനോട് തോന്നുന്ന ഒരു ദാഹം, വിശുദ്ധ ഗ്രന്ഥത്തോട് തോന്നുന്ന ദാഹം, വചനമായ ഈശോ, അതായത് മാംസമായ ഈശോ അവതരിക്കുകയാണ്. ഈശോ തന്നെയാണ് ഈ വചനത്തിലും, ഈശോയാണ് നമ്മോട് സംസാരിക്കുന്നത്. നാം അത്രയേറെ സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ വിശുദ്ധ ഗ്രന്ഥം നാം നെഞ്ചോട് ചേർക്കുമ്പോൾ ഈശോയെ തന്നെയാണ് നാം നെഞ്ചോട് ചേർക്കുക. ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഈ വചനത്തെയാണ് അമ്മ വയറ്റിൽ ഇട്ട്, അമ്മ ആ വചനത്തെ മാംസം ധരിച്ച് ലോകത്തിന് പ്രദാനം ചെയ്ത അമ്മ, പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകമായ അമ്മയെയാണ് പിന്നീട് നാം ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഈ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മയും മകനും പരസ്പരം ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയേറെ അമ്മയും മകനും നമ്മുടെ ജീവിതത്തോടും നാം അങ്ങോട്ടും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ഇന്ന് കുടുംബങ്ങൾ വളരുകയാണ്. കുടുംബങ്ങളുടെ സുസ്ഥിതി, വ്യക്തികളുടെ വിശുദ്ധീകരണം, ഇതാണ് കൃപാസനം ഉന്നം വയ്ക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കൃപാസനം സ്ഥാപിതമായിരിക്കുന്നത്. ഇവിടെ ഈ പ്രാർത്ഥനകളിലൂടെ എത്രയോ യുവജനങ്ങൾ, ഈ മകൾ തന്നെ പറഞ്ഞു, യുവജനങ്ങളുടെ പങ്കാളിത്തം, യുവജനങ്ങൾ ക്രിസ്തുവിലേക്ക് അടുക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം ഇന്ന് കൃപാസനത്തിലൂടെ നടക്കുക. നമുക്കെല്ലാറ്റിനും ദൈവത്തിന് നന്ദി അർപ്പിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എൻ്റെ പേര് മരിയ മാർട്ടിൻ എന്നാണ്. ഞാൻ എറണാകുളം നടുവട്ടത്തു നിന്ന് വരുന്നു. ഞാൻ ജൂലൈ 2 2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തത്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഉടമ്പടി എടുക്കാൻ അത്ര താല്പര്യമില്ലായികയല്ല, എനിക്ക് പേടിയായിരുന്നു. ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂലൈ 2 ആയപ്പോൾ എൻ്റെ മമ്മിയൊക്കെ പറയുമായിരുന്നു, ഉടമ്പടി എടുക്കുക, നിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ജൂലൈ 2 ആയപ്പോൾ എനിക്ക് മനസ്സിൽ ആരും ഇങ്ങനെ ഉടമ്പടി എടുക്കുക എന്ന് ഭയങ്കരമായിട്ട് പറയുന്ന മാതിരി തോന്നി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഞാനങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ എനിക്ക് ആദ്യമായി നിയോഗം വെച്ചത് എനിക്ക് ജർമ്മനിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കണം എന്നുള്ളൊരു നിയോഗമായിരുന്നു വെച്ചത്. അങ്ങനെ ഞാൻ 1 മാസത്തോളം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഞാൻ ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡേറ്റ് എടുത്തു. അപ്പോൾ ഞാൻ എടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 10 ആയിരുന്നു. അപ്പോൾ ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമായതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ഒക്ടോബർ 10 ഒരു പേപ്പറിൽ എഴുതി, എൻ്റെ റൂമിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, അപ്പോൾ അവിടെ ഞാൻ എഴുതി ഒട്ടിച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടും എനിക്കങ്ങനെ പ്രത്യേകമായി ഒന്നും നടക്കാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ അതിനകത്തൊരു സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു ചേട്ടൻ, ആ ചേട്ടനും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ ചേട്ടൻ പ്രാർത്ഥനാ രീതി മാറ്റിയതായിട്ട് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി മാറ്റി. ജപമാല എത്തിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനും മരണമടഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയും 2 ആഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിച്ച് കുർബാന കൊള്ളുകയും കുടുംബ പ്രാർത്ഥന പങ്കെടുക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആഗസ്റ്റ് 27 ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അറിയിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ വിസയുടെ ജർമ്മൻ ഇൻ്റർവ്യൂ, ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ മെയിൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെയും ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു. എനിക്ക് എന്നിട്ട് ഒരു മെയിൽ അങ്ങനെയൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിന് എന്താണോ ഇഷ്ടം അതെനിക്ക് തന്നാൽ മതി. അങ്ങനെ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു. ഒരു ഒക്ടോബർ ആദ്യമൊക്കെ ആയപ്പോൾ എനിക്കൊരു തോന്നൽ, എനിക്ക് ലഭിച്ച ഡേറ്റ് ഒക്ടോബർ 10 അപ്പോൾ ഒക്ടോബർ 10 എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ഡേറ്റ് കിട്ടിയ സമയത്ത് എനിക്ക് ജർമ്മനിക്ക് പോകാനുള്ള ഒരു കാര്യവും എനിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഞാൻ ഒക്ടോബർ 10 വരെ വെയിറ്റ് ചെയ്തു. ഞാനപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞു എനിക്ക് മിക്കവാറും മെയിൽ ഒക്ടോബർ 10 വരും എന്ന്. അങ്ങനെ ഞാൻ സാധാരണ പോലെ പള്ളിയിൽ പോയി. ഒക്ടോബർ 10 ആയപ്പോൾ രാവിലെ പള്ളിയിൽ പോയി നൊവേനയൊക്കെ കണ്ടിട്ട് ഞാൻ വന്നു. ഒരു വ്യാഴാഴ്ചയായിരുന്നു അത്. എന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ മെയിൽ ചെക്ക് ചെയ്തു, വന്നിട്ടില്ല. ഉച്ചയ്ക്കും നോക്കി, വന്നിട്ടുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് നോക്കാൻ സാധിച്ചില്ല, ഞാൻ തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയില്ല, പിറ്റേ ദിവസമായി. അപ്പോൾ എൻ്റെ മമ്മി പറയുന്നുണ്ടായിരുന്നു വന്നില്ലായിരുന്നല്ലോ, ഇന്നലെ ആയിരുന്നല്ലോ ഒക്ടോബർ 10 എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു സാരില്ല, ചിലപ്പോൾ അത് നീട്ടി വെച്ചതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും, അതെൻ്റെ നല്ലതിനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് ചാൻസ് കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല, കോള് അപ്പം തന്നെ കട്ടാവുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ എനിക്ക് എന്തൊരു സംശയം തോന്നിയിട്ട് ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഒക്ടോബർ 10 തന്നെ വൈകുന്നേരം 5:30 എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ നിയോഗത്തിൽ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി, ഇനി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കായി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു വെഞ്ചിരിച്ച് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാമിന് പോയപ്പോൾ ആ കാശുരൂപം ഞാൻ ഇങ്ങനെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ഈ ഇൻ്റർവ്യൂ പാസ്സാകാനല്ല, അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിക്കണം, എൻ്റെ ജർമ്മൻ ഭാഷ വെച്ച് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ സാധിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരും പറയുന്ന മാതിരി തോന്നി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് ഉടമ്പടി പത്രത്തിലുണ്ടായിരുന്ന ഓരോ നിയോഗങ്ങളും ഞാൻ വായിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വളരെ നന്നായിട്ട് തന്നെ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അവർ തന്നെ ഒരു നല്ല റിവ്യൂ പറഞ്ഞു. അവരെന്നെ ഇമ്പ്രസ് ആയെന്ന് അവരെന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഒരു മാസം നവംബർ മാസം മുഴുവനും ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. യാതൊരു തടസ്സവുമില്ലാതെ. തടസ്സങ്ങളുണ്ടായാൽ പോലും മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറിപ്പോവുകയും എല്ലാം നന്നായി നടക്കുകയും ചെയ്തു. അങ്ങനെ നവംബർ 27 എനിക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു. ഞാൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ വിസ അപ്രൂവൽ ആവുകയും എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന മാതാവ് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. കാരണം ഞാൻ ഒരിക്കലും പോലും വിശ്വസിക്കാതെ ഇരുന്ന, എനിക്ക് പോകാൻ കഴിയുന്നുള്ള യാതൊരു വിശ്വാസവും ഇല്ലായിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടി എടുത്തു, പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്തു. അതുമാത്രമല്ല, എനിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സ്പീക്കിംഗ് എനിക്ക് എക്സാം പാസ്സാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പാസ്സാകുമെന്ന്. കാരണം ഞാൻ അവിടെ ചെന്നു, മാതാവിൻ്റെ കാശുരൂപം ഞാൻ അപ്പോഴും കയ്യിൽ പിടിച്ചു. അപ്പോൾ ഞാൻ ചെന്ന സമയത്തായിരുന്നു ടോപ്പിക്സ് മാറിയത്. ഞാൻ സ്പീക്കിങ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ടോപ്പിക്സ് ചേഞ്ചായി. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം എനിക്കറിയാത്ത ടോപ്പിക്സാണ്. എന്നാലും ഞാൻ എന്നെയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അവർ പറഞ്ഞൊരു ടോപ്പിക്ക് തന്നപ്പോൾ അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു പോയിന്റ് തെറ്റാന്ന് അവർ എന്നോട് പറയുകയും ചെയ്തു. എന്നാൽ അതിനെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. അതിനൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചിലപ്പോഴെങ്കിലാണെങ്കിൽ കിട്ടുള്ളൂ, അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ റിസൾട്ട് ഞാൻ ഈ വിസയുടെ പ്രോസസ്സിങ് ചെയ്യുന്ന ടൈമിലാണ് വന്നത്. അപ്പോൾ ഒരുപാട് ടൈം എടുത്തായിരുന്നു, ഒരു 55 ദിവസത്തോളം എടുത്തായിരുന്നു. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്കോടെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതുമാത്രമല്ല, ഞാൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. സാധാരണ ഒരു മാസത്തോളം എടുക്കുമായിരുന്നു ഗോയിത്തയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അപ്പോൾ എനിക്ക് ആകെ വിഷമമായിരുന്നു. കാരണം എനിക്ക് B2ൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കില്ല എന്നുള്ളൊരു ഇതായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് തരണം, എനിക്ക് വെക്കാനാണ്, ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ദിവസത്തിന് മുമ്പ് തന്നെ എനിക്ക് മെയിൽ വരികയും ഞാൻ വിസയ്ക്ക് ഈ സർട്ടിഫിക്കറ്റ് വെക്കാനും എനിക്ക് സാധിച്ചു. അതുമാത്രമല്ല, ഞാൻ വിസയുടെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എൻ്റെ കൺസൾട്ടൻസി പറഞ്ഞു ചിലപ്പോൾ റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ അക്കോമഡേഷൻ്റെ ഒരു ചെറിയ പ്രോബ്ലം പറഞ്ഞിരുന്നു. അവരവിടെ എമൗണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ്.
പക്ഷേ ഞാൻ മാതാവിൽ വിശ്വസിച്ചു. കാരണം എനിക്ക് ഇതുവരെ നടന്ന എല്ലാ പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നേരിട്ട് നിന്ന് അത് നടത്തി തരികയും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു തരികയും ചെയ്തു. അപ്പോൾ ഇത് ആപ്ലിക്കേഷനും മാതാവ് എനിക്ക് നൽകുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഡിസംബർ 7-ാം തീയതിക്ക് മുമ്പ് തന്നെ എൻ്റെ വിസ എനിക്ക് ലഭിക്കുകയും ഡിസംബർ 6-ാം തീയതി എനിക്ക് വിസ തന്നെ ലഭിച്ചു. അത് മാതാവിനോട് ഒരുപാട് നന്ദി. ഇത്രത്തോളം എനിക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിച്ചു. ഞാൻ ഒരിക്കലും അങ്ങനെ അധികം പള്ളിയിൽ പോവുകയോ, ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമാണ് പള്ളിയിൽ പോകാറുള്ളൂ. വർഷത്തിൽ 2 ദിവസമൊക്കെയാണ് ഞാൻ കുമ്പസാരിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും നൊവേനകളിൽ പങ്കെടുക്കുകയും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്യാനും എൻ്റെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ എനിക്ക് സാധിച്ചു. അത് ഉടമ്പടി കൊണ്ട് മാത്രമാണ്. അതുമാത്രമല്ല, കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും ഞാനത് മറ്റുള്ളവർക്ക് സഹായിക്കുകയും പിന്നെ ഓൺലൈനിൽ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. ആ സാക്ഷ്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനായാലും ഇനി മുൻപോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം, ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർക്കൊക്കെ ധൈര്യം പകരുകയും അവരോട് ഞാൻ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ പറയും. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരോട് കൂടുതൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയുകയും ചെയ്യുമായിരുന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി പിന്നെ ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ്. അത് മാത്രമല്ല, ഞാൻ ഉടമ്പടി എടുക്കാതെ ഇരുന്നിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ ജീവിതം എന്തായി തീരുമെന്നൊന്നും. അതുകൊണ്ട് മാതാവ് അവിടുത്തെ തിരുക്കുമാരൻ്റെയും അത്രത്തോളം ഒരു പ്രാർത്ഥനയിലും ആയാലും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായത് ഉടമ്പടി എടുത്തപ്പിന്നെയാണ്. അതിന് മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരുപാട് നന്ദി. 69-ാം സങ്കീർത്തനം 13-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവത്തിൻ്റെ ഉചിതമായ സമയം, ആ സമയം വരെയും വെയിറ്റ് ചെയ്യുക, അത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. അതായത് കർത്താവിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. ഇവിടെ മരിയ മാർട്ടിൻ എന്ന ഈ മകള് തൻ്റെ ജർമ്മനിയിലേക്ക് തനിക്ക് പോകുവാനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിയുന്നതിനെക്കുറിച്ചാണ് നാം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുക. ഓൺലൈൻ ഉടമ്പടിയാണ് ഈ മകൾ എടുത്തത്. ഇന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയതെന്നും അതിൻ്റെ പ്രാധാന്യം ഒക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇന്ന് നമ്മോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ലോകത്തെവിടെ ഇരിക്കുന്നവർക്കും ദൈവവുമായിട്ട് ഒരു ബന്ധം, അതായത് അമ്മയുടെ മുൻപിൽ തിരിതെളിച്ചൊരു പ്രാർത്ഥന, അതാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്. ഇതൊക്കെ എങ്ങനെയാണ് നാം എത്ര ദൂരത്തായിരുന്നാലും നാം ദൈവത്തിന് സമീപമായിട്ടാണ് ഇരിക്കുക. നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നിടത്തോളം ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? തിരുവചനം പറയുന്നത് പോലെ തന്നെ ഇന്ന് ഈ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് ജീവനുള്ള സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കത് തിരസ്കരിക്കാനാവില്ല. ഇന്ന് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിലും തനിക്ക് 18 വയസ്സേ ഈ മകൾക്കുള്ളൂ. ഈ മകള് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ഈ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ താൻ എന്താകുമായിരുന്നു എന്ന് ഈ മകൾ തന്നെ ഇവിടെ ചോദിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ക്ലിയറായത്. അതും തൻ്റെ ജർമ്മൻ ലാംഗ്വേജ്, അതിൽ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂ ജർമ്മൻ ലാംഗ്വേജിലൊക്കെ പറയണമെങ്കിൽ അതിനുള്ള ആംബിയർ ഒന്നും തനിക്കില്ല. എന്നാൽ ഈ മകളുടെ കയ്യിൽ ഒരു ഉടമ്പടി നേർച്ച വസ്തുക്കളുമില്ല. അമ്മയോട് പ്രാർത്ഥിക്കുന്നു. വെഞ്ചരിച്ച ഒരു കാശ് രൂപം മാത്രം തൻ്റെ കയ്യിലുണ്ട്, അത് മതി. അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എങ്ങനെയാണ് ആ ജർമ്മൻ എംബസിയിലുള്ളവർ തന്നെ വളരെ ഇമ്പ്രസ്സായി, നിൻ്റെ ലാംഗ്വേജിൽ നീ നന്നായിട്ട് സംസാരിച്ചു എന്ന് ഈ മകളോട് പറയുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂവും അതിനുശേഷം വീണ്ടും തനിക്ക് ക്ലിയർ ആക്കാനുള്ള തൻ്റെ അടുത്ത മോഡ്യൂള്, ഇതൊക്കെ എങ്ങനെ തനിക്ക് സാധിച്ചു? താൻ ഇങ്ങനെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയോ പള്ളിയിൽ പോക്കോ ഇതൊന്നും തനിക്കില്ലായിരുന്നു. അതിലൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത എത്രയോ
യുവജനങ്ങളാണ് ഇന്ന് ഉടമ്പടിയിലൂടെ അതിനൊക്കെ ഏറ്റവും വില കൽപ്പിക്കുന്നവരായി മാറുന്നതും അങ്ങനെ അവർ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയുന്നതും തനിക്ക് തൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത് ഈ ഉടമ്പടിയിലൂടെ മാത്രമാണെന്നും തൻ്റെ കൂദാശ ജീവിതത്തിനൊക്കെ വന്ന മാറ്റങ്ങൾ അതൊക്കെ എത്രമാത്രമാണെന്ന് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തി. അതുപോലെ തൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തത് കൊണ്ട് തന്നെ കൃപാസന പത്രം ഈ മകൾക്ക് ലഭിച്ചില്ല. പക്ഷേ ഈ മകള് സാക്ഷ്യങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, ഇതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ നാം ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യം ഏറ്റവും ബെസ്റ്റായിട്ട് മേക്ക് യൂസ് ചെയ്യുക. അതാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ ഇന്ന് മരിയ മാർട്ടിൻ ഇവിടെ വന്ന് ഈശോയുടെ മകളായിട്ട് തന്നെ വെളിപ്പെടുത്തുകയാണ്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, അത് ഉടമ്പടിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. മനുഷ്യർ ദൈവത്തോട് വളരെ അടുത്ത ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തോട് സംവേദിക്കുകയാണ്, ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു. ആ ഡേറ്റൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ ഡേറ്റ് ആദരിക്കുന്നത്? സമയഘടികാരവും നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഇവിടെ വന്ന അമ്മ മോസസ് പുറപ്പാട് 33:11 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഇന്ന് ഇതൊക്കെയാണ് കൃപാസനത്തിൽ നടക്കുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനുമൊക്കെ നമുക്ക് കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഉരുത്തിരിയുന്നത്. അത് നമ്മുടെ ഇളയ തലമുറയ്ക്കാണെങ്കിൽ, വളരെ ചെറുപ്പക്കാരായ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ജീവിതം എത്രയോ സുരക്ഷിതമാണ് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ. അവരിനി പോകുന്ന ഓരോ ചുവടുവയ്പ്പിലും കർത്താവിനെ കൂട്ടുപിടിക്കുകയാണ്. ഈശോയെയും കൊണ്ടാണ് അവർ പോവുക. അവർ ചെല്ലുന്ന ഇടങ്ങളിൽ അവർ ഈശോയെ കൈമാറും. തങ്ങളുടെ സാക്ഷ്യങ്ങൾ അവർ പങ്കുവയ്ക്കും. അവർ ഭൂമിയുടെ അതിർത്തികളോളം സാക്ഷികളായി മാറും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.